അച്ചാറുകളെല്ലാം സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ഫ്രീ ടൈം ഇടയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ. കാരണം ബാക്കി സംഭവങ്ങളെല്ലാം മില്ലിലാണല്ലോ ചെയ്യുന്നത്. പൊടിപ്പിക്കുക അതിലെ ഐറ്റംസ് എല്ലാം മില്ലിലാണല്ലോ. അച്ചാറല്ലേ ഞാൻ എൻ്റെ കൈ കൊണ്ട് വീട്ടിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ഒരു ദിവസമാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ റെസിപ്പികൾ, സെയിം റെസിപ്പി തന്നെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഇത് തൊമര സാമ്പാർ പരിപ്പ് വീട്ടിലില്ലായിരുന്നു. അപ്പോൾ കടയിൽ ഇങ്ങനെയുള്ള ചെറിയ പാക്കറ്റുകളാണ് ആൾക്ക് താല്പര്യം. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ എൻ്റെ കൈ ശ്രദ്ധിച്ചത്. കാരണം 2-3 ദിവസം അച്ചാർ ഇടാനില്ലായിരുന്നു. അതിൻ്റെ തെളിവാണ് എൻ്റെ കൈ ഇത്തിരി ഒന്ന് വൃത്തിയായിട്ടിരിക്കുന്നത്. പൊള്ളലെല്ലടവും ഉണ്ട് കേട്ടോ. പക്ഷേ അല്ലാത്ത സമയത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ നാണംകേട് തോന്നും. നഖമൊക്കെ കറുത്ത് കരി പിടിച്ച്. കാരണം നമ്മുടെ വലിയ സ്റ്റൗവിലല്ലേ അച്ചാർ ഇടുന്നത്. അപ്പം കണ്ടിന്യൂസ് വർക്കിംഗ് ആയിരിക്കുമല്ലോ. ഇടയ്ക്കൂടെ പുക കയറി ആ പാത്രത്തിൻ്റെ അടിക്ക് ചില സമയത്ത് കരി പിടിക്കാറുണ്ട്. അപ്പോൾ അത് തേച്ച് കഴുകുമ്പം നമ്മുടെ കൈക്കും നഖത്തിനും എല്ലാം കരിയാവും. അത് കാണുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരും. പക്ഷെ ഇപ്പോൾ ഇത്തിരി വൃത്തിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സാമ്പാറിന് വേണ്ടി കുടത്തിലോട്ട് ഇതാ തുമര ഇട്ടു, പച്ചമുളക് ഇട്ടു, അതിനുശേഷം സവോള, വെളുത്തുള്ളി. നിങ്ങൾ സാമ്പാറിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ടോ? ഞാൻ ഇടയ്ക്ക് ചേർക്കാറുണ്ട് കേട്ടോ. നല്ലതാണ്. എനിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അപ്പം ചിലർ ചേർക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ഈ ചെയ്യുന്ന റെസിപ്പി കണ്ടിട്ട് പ്രായമായ എക്സ്പീരിയൻസ് ആയ അമ്മമാർക്ക് ഒരുപക്ഷെ എന്നെ കുനിച്ചു നിർത്തി ഇടിക്കണമെന്ന് തോന്നും. ഇത്രയ്ക്കും വേണ്ടി സമയം നിനക്കുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ഞാൻ പറഞ്ഞല്ലോ, സമയം ഉള്ളത് കൊണ്ട് വെറുതെ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനകത്തോട്ട് സവാള ഇട്ടു, കറിവേപ്പില ഇട്ടു, ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കായം, കട്ടക്കായമാണ് ഞാൻ ഇടുന്നത്. പൊതുവെ ഞാൻ കായത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം അറിയാലോ, സെയിൽ പർപ്പസിന് വേണ്ടി ഞാൻ കട്ടക്കായം, നല്ല കായമാണ്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കായം കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് അത് വേവാനായിട്ട് മാറ്റി വെച്ചു. കഷ്ണങ്ങൾ ഇവിടെ ഇരിക്കട്ടെ. ഇതാണ് ഞാൻ ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന വാളംപുളി. ധാരാളം പേര് മേടിച്ചിട്ടുള്ളതാണ്. 1/2 കിലോയൊക്കെ സാമ്പിൾ മേടിച്ച് നോക്കിയിട്ട് 3-4 കിലോ ഒരുമിച്ച് മേടിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനാണെന്ന് പറയും. നല്ല പലരിൽ നിന്നും മേടിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നുന്നതാണ് പുളി എടുത്ത് വെച്ചിരിക്കുന്നത്. ഏറ്റവും പാടുള്ള ജോലി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പുളി കുത്തക്കം. കുഞ്ഞിലെ ഞാൻ കുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വാളംപുളിയുടെ മരം ഉണ്ടായിരുന്നു. അത് പൊഴിഞ്ഞ് രാവിലെ മരത്തിൻ്റെ മൂട്ടിൽ പോയി പറക്കി ചില പുളി തേൻ, അതിൻ്റെ തോടിൽ നിന്ന് തേൻ ഇങ്ങനെ ഊറി വരും. അതൊക്കെ ഒരു കാലം. അപ്പോൾ ഞാൻ ഈ പുളിയൊക്കെ വരുമ്പോൾ നന്നായിട്ടൊന്ന് മണപ്പിച്ചൊക്കെ നോക്കുക. ഒറിജിനൽ ഫീല് കിട്ടുന്നു. ഒട്ടും കുരുവില്ലാത്ത സീഡ്ലെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നെങ്കിൽ എന്താ, ഇത് 1/2 കിലോയുടെ പാക്കറ്റാണ്. ഇതുപോലെ 1-2 കുരുവൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാ പാക്കറ്റും പൊളിച്ച് നോക്കിയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പുളി ഹോൾസെയിൽ എടുത്തിട്ട് ഞാൻ തന്നെ കുത്തി നിങ്ങൾക്ക് തരേണ്ടി വരും. സമയമുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്തേനെ. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ പുളിയുടെ കാര്യം പറഞ്ഞത് എനിക്കിഷ്ടമാണ്. ഞാൻ എടുത്ത് നല്ലതെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ഇത് 1/2 കിലോയുടെ പാക്കറ്റാണ്. നല്ല പുളിയുണ്ട്. നല്ല ചെറിയ, എപ്പോൾ എടുത്താലും ഞാൻ ഇത്തിരി കഴിക്കുകയും ചെയ്യും കേട്ടോ. ചെറിയൊരു മധുരവും പറിച്ചെടുത്ത ഒരു മണവും ഒക്കെ ആയിട്ടുള്ള പുളിയാണ്. ഞാനിങ്ങനെ ഭരണിയിലാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇരിക്കും തോറും ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. അത് പഴകും തോറും പുളിയുടെ കളറും മാറും. ഓൾറെഡി ഉപ്പിട്ട് തിരുമ്മി വെച്ചതാണ്. കളറ് മാറണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ കളറ് മാറില്ല കേട്ടോ. അപ്പോൾ ഇത് കുറേ കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് കളറ് മാറി തുടങ്ങി. രസത്തിനൊക്കെ ഇതാണ് നല്ലത്, കറുത്ത പുളിയാണ് നല്ലത്. പക്ഷേ സാമ്പാറിന് നമ്മുടെ നോർമൽ ഈ കളറാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾ പുളി യൂസ് ചെയ്തവരടുത്ത് ഞാൻ എല്ലാവരടുത്തും ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോന്ന്. നല്ല അഭിപ്രായമാണ് തരുന്നത്. ഒരാൾ പറഞ്ഞു ഇത്തിരി മധുരം മുമ്പിട്ട് നിൽക്കുന്നതായിട്ട് തോന്നി, വലിയ ഒരു ഉറയില്ലെന്ന് തോന്നുന്നെന്ന്. അതിന് ഒത്തിരി പുളി യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ തോന്നിയേക്കാം, എനിക്കറിയില്ല. എനിക്ക് നല്ല പുളിയായിട്ടാണ്, അത്യാവശ്യം നല്ല പുളി ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതുവരെ മേടിച്ചവരും എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുള്ളതും അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഓണത്തിനൊക്കെ പുളി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പുളി നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുളി ലഭ്യമാണ് കേട്ടോ. പറഞ്ഞു വന്നപ്പോൾ കൂട്ടത്തിയത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എൻ്റെ പുളി സ്റ്റോക്ക് ചെയ്തു. പിന്നീട് ഒരു പാത്രത്തിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളുണ്ടല്ലോ അതൊന്ന് വഴറ്റാനുള്ള പ്ലാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കണ്ടിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഓരോ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്താലോ എന്നൊരു തോന്നല്. അപ്പൊ പാവയ്ക്ക കണ്ടിട്ട് അയ്യേ പാവയ്ക്ക സാമ്പാറോ എന്ന് ചിന്തിക്കരുത്. പണ്ടൊക്കെ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു. ഞാനൊരു പാലക്കാടൻ പാവയ്ക്ക സാമ്പാറിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. കയ്പൊന്നും അറിയത്തേ ഇല്ല. ഈ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഒഴിവാക്കായിരുന്നു, ഈ ഫ്രൈ ചെയ്യുന്നതിനകത്തുനിന്ന്. പിന്നീട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ആ കായുടെ ഇതിനകത്തിട്ട് ബാക്കി എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങളെല്ലാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കണം, അല്ലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എന്നുള്ള ചിന്തയോടൊന്നും അല്ല. എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂട്ടി ഞാൻ, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, തട്ടിക്കൂട്ടാണ് കൂടുതലും. വായിക്ക് രുചിയായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമോ കയ്യിലുള്ള സംഭവങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ ഇതൊന്ന് വയളട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഉടച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ച ശേഷം ഞാനതിനെ ഓഫ് ചെയ്തിട്ട് കേട്ടോ. കാരണം പിന്നീട് നമുക്ക് തീ കത്തിച്ച് ഒത്തിരി നേരം ഇടേണ്ട ആവശ്യമില്ല. ആ ചൂട് വെള്ളത്തിൽ കിടന്ന് ബാക്കി അങ്ങ് വെന്തോളും. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴേ ഓതന്റിക് റെസിപ്പികൾ നോക്കുന്നുണ്ട്. അതായത് പഴയടം തിരുമേനിയുടെ, ഇല്ലത്തിലുള്ള തിരുമേനിമാരുടെ അങ്ങനെയൊക്കെയുള്ള സദ്യ റെസിപ്പികൾ അങ്ങനെയുള്ളവരുടെ തന്നെ കണ്ടുപഠിക്കണം. അതിനുശേഷം ഇത് ഏകദേശം ഒന്ന് വഴണ്ടു. അതിനകത്തേക്ക് ഞാൻ സാമ്പാർ പൊടി, ഞാൻ ഇവിടെ നിന്നും സെയിൽ ചെയ്യുന്ന സാമ്പാർ പൊടിയാണ് കേട്ടോ. അതിനും ആരാധകർ ധാരാളം ഉണ്ട്. അപ്പം അതിട്ട് ഒന്നുകൂടി മൂപ്പിക്കുകയാണ്. സാധാരണ സാമ്പാറിന്റെ റെസിപ്പി എന്ന് പറയുന്നത് ആദ്യം പരിപ്പും ഉള്ളിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് പിന്നീട് കഷ്ണങ്ങളിട്ട് വേവിക്കും. ലാസ്റ്റിൽ വെണ്ടയ്ക്ക തക്കാളിയൊക്കെ എണ്ണയിൽ ഫ്രൈ ചെയ്തിടും. ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് വെറുതെ ഇങ്ങനെ ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളാരും ഇത് ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ ചെയ്യുന്നതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഒന്ന് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ആ ഈ പാവയ്ക്കയുടെ ഒന്നും കയ്പ്പ് അറിയാനേ പറ്റത്തില്ല. ഈവൻ പാവയ്ക്കയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജോസാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. അതിനകത്തോട്ട് ഞാൻ പുളി പിഴിഞ്ഞൊഴിച്ചതാണ് കേട്ടോ. ആ പരിപ്പ് വെന്തതിനകത്തോട്ട് പുളി പിഴിഞ്ഞൊഴിച്ചു. അതിനുശേഷം എണ്ണയിൽ വഴറ്റി മസാല ഇട്ട് ഇളക്കി വെച്ചിരുന്ന ഒരു അരഭാഗം വെന്ത പച്ചക്കറികളുണ്ടല്ലോ, അപ്പോഴത്തേക്ക് കറണ്ടും പോയി. പച്ചക്കറികളൂടെ അതിനകത്തോട്ടിട്ട് ഇളക്കി അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. അതവിടെ കിടന്ന് വെന്ത് നല്ല കൊഴുത്ത് വരട്ടെ. 2 ഏത്തക്ക ഉണ്ടായിരുന്നു. ഇത് നോർമലായിട്ട് ചിന്തിച്ചാൽ മെഴുക്ക് പുരട്ടാൻ വേണ്ടി എടുക്കുന്നതാണ്. പക്ഷേ മെഴുക്ക് പുരട്ടുന്ന രീതി കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പം ചിന്തിക്കും, ഈ ചേച്ചിക്ക് വട്ടാണോ? ഉള്ള സമയം പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് റെസ്റ്റ് എടുത്തൂടെ, അല്ല ഇത്ര നേരം കിടന്നൂടെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൂടെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഉണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ചില സമയത്ത് ഇങ്ങനെ ചില വട്ടുതരങ്ങൾ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ അതൊന്നും വീഡിയോ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോ എടുത്താൽ എന്തൊക്കെ ട്രോള് വരും, കമൻറ്റ് വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടാൻ ഉള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇതുണ്ടല്ലോ, ചോപ്പറല്ല, ഗ്രേറ്റർ. അപ്പോൾ അതിന് പല ബ്ലേഡുകളുണ്ടല്ലോ. അതിനകത്ത് ഉചിതമായിട്ടുള്ള ബ്ലേഡ് തപ്പുന്ന ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ബ്ലേഡ് വേണം, ഏകദേശം നിങ്ങൾ ഊഹിച്ചു കാണും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം അതിൽ പറ്റിയ 2 ബ്ലേഡ് എടുത്തു. അതിൽ ഏതാണ് സ്യൂട്ട് ആവുന്നതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാമെന്ന് വെച്ചു. ഇതൊന്ന് ആ ഒരു ബ്ലേഡ് എങ്ങാണ്ടേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും എടുത്തിട്ട് പോലുമില്ല. ഭയങ്കര മൂർച്ചയാണ് ഇതിന് കേട്ടോ. ഒരു പ്രാവശ്യം എൻ്റെ കൈ മുറിഞ്ഞതാണ്. അതിൽ പിന്നാണ് ഞാൻ ആ ബ്ലേഡുകളൊന്നും യൂസ് ചെയ്യാത്തത്. അതിന് ശേഷമാണ് ഇപ്പോൾ എടുത്തത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് തന്നെ വീഴും. ഇതിൻ്റെ ഫുൾ റിവ്യൂ തന്നെ ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയാണ്, മേയറിൻ്റെ പ്രൊഡക്റ്റാണത്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഏത്തക്ക ഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് നോക്കി ഏത് ബ്ലേഡാണ് നല്ലതെന്ന്. ഇത് കറക്റ്റായിട്ട് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ മറ്റേത് യൂസ് ചെയ്തില്ല. എനിക്ക് തോന്നി ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാൻ നല്ലതായിരിക്കും. നമ്മുടെ കപ്പക്കൊള്ളിയൊക്കെ വറുത്തെടുക്കുമല്ലോ, അതുപോലെ ഇരിക്കുമെന്ന് തോന്നി. ഇത്തിരി അരിപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വറുത്തെടുത്താൽ. അതും ഞാൻ പരീക്ഷിക്കും കേട്ടോ. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇത്തിരി അരിപ്പൊടിയും മസാലയൊക്കെ ഇട്ട് ഇളക്കി ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം. നല്ലതായിരിക്കും, നല്ല ഷേപ്പായിട്ട് കിട്ടും. അങ്ങനെ ഏതായാലും അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത് കണ്ടിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം ഇത് സമയം കൊല്ലിയാണ്. യാതൊരു കാരണവശാലും നമ്മൾ വീട്ടമ്മമാരെ ഒരിക്കലും സമയം കൂടുതലെടുത്ത് പാചകം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. പെട്ടെന്ന് പാചകം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടാമോ അത്രയും പെട്ടെന്ന് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത്തിരി സമയം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു പ്രത്യേകതയായിട്ട് ചെയ്യണമെന്നൊരു വട്ട് തോന്നി, അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനുശേഷം അത് കടുതാളിച്ച് അതിനകത്തോട്ട് ലാസ്റ്റിൽ ലേശം, ഞാൻ എല്ലാ പ്രാവശ്യവും സാമ്പാർ വെക്കുമ്പോൾ ഇത്തിരി കായംപൊടി കൂടി ചേർത്ത് താളിച്ച് അതിനകത്തേക്ക് ഒഴിക്കാം. സത്യം പറയട്ടെ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം പൊതുവെ എല്ലാവരും പാവയ്ക്കയെ മാറ്റി നിർത്താറുണ്ട്. ഞാനിപ്പോൾ പാവയ്ക്ക തീയൽ വെക്കാറുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം ഞാൻ സാമ്പാർ വെക്കുമ്പോഴും നേരത്തെ കുക്കറിനകത്ത് എല്ലാ കഷ്ണങ്ങളും ഇട്ട് തൊമര ഉൾപ്പെടെ ഇട്ട് അടിച്ചെടുത്തായിരുന്നു കുക്കറിനകത്ത് വെക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കുക്കറിനകത്ത് ബാക്കി കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് തക്കാളിയും വെണ്ടയ്ക്കായും ലാസ്റ്റിൽ വെളിച്ചെണ്ണയിൽ ഇത്തിരി ഫ്രൈ ചെയ്ത് ഇട്ട് ചേർക്കുവാണ് പതിവ്. ഇപ്പം കുക്കറിൽ വെക്കാൻ തീരെ സമയമില്ലാത്തപ്പോഴേ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ
കുടത്തിനകത്തിട്ട് കഷ്ണങ്ങളെല്ലാം കൂടെ വേവിച്ചിട്ട് ലാസ്റ്റിൽ തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ വഴറ്റിയിടും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ ഇത് പുതിയ ചട്ടി നമ്മൾ ആദ്യമായിട്ടാണ് അതിനകത്ത് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ആ ചട്ടി മേടിച്ച് മയക്കിയിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചൊന്ന് എല്ലായിടവും ഒന്ന് ചുറ്റിച്ചതാണ്. അപ്പോൾ ഇതിന് എല്ലാം അറിയാമല്ലോ, നമ്മൾ മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ കൊച്ചുള്ളി കുറച്ച് കൂടുതൽ ചേർത്താൽ അതനുസരിച്ച് സ്വാദ് കൂടും. അതുകൊണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് ക്രഷ് ചെയ്തിടുവാണെങ്കിലും ടേസ്റ്റ് കൂടും. എൻ്റെ ക്രഷ് ചെയ്തതില്ലായിരുന്നു. ഇനി എനിക്കിപ്പോൾ ഇത്തിരി കുറച്ച് കൂടുതൽ മുളക് പൊടി മേടിച്ച് ക്രഷ് ചെയ്ത് വെക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ കൊച്ചുള്ളി ചതച്ചതിട്ടു, കറിവേപ്പില ഇട്ടു, മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്, ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഏത്തക്ക ഇട്ട് കൊടുത്തു. അതിനുശേഷം വെളിച്ചെണ്ണ കൂടുതൽ യൂസ് ചെയ്യേണ്ടവർക്ക് ഇവിടെ ഞാൻ ഇത്തിരി വെള്ളമാണ്, കായ്ക്ക് വേവുണ്ടല്ലോ, ഇത്തിരി വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്തിരി ഒന്ന് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് അടച്ച് വെച്ചെന്നേ ഉള്ളൂ. അതല്ലാത്തവർക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് അടച്ച് വെക്കാതെ എണ്ണയിൽ തന്നെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. സത്യമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ചെയ്തപ്പോഴേ ആ കായയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് എടുത്തറിയാൻ പറ്റി. അതെന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ചിപ്സ് ഒക്കെ കഴിക്കുന്നത് പോലെ നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. ലാസ്റ്റിൽ ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുവരെ ഓണം സീരീസ് റെസിപ്പി എന്നും പറഞ്ഞൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പം വാട്സപ്പിൽ കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് പലരും എനിക്കൊരു സജഷനായിട്ട് പറയുന്നുണ്ട്, ബെൻസി അങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യൂ, എല്ലാവർക്കും താല്പര്യം കാണും. അതുപോലെ ഓണത്തിന് ഇഞ്ചിപ്പുളി പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ പല ജില്ലയിലും വ്യത്യാസമാണ് ചെയ്യുന്നത്. ചിലർ തേങ്ങ വറുത്തരച്ച് ചേർക്കാറുണ്ട്, ചിലർ ചേർക്കാറില്ല, ചിലർ കൊച്ചുള്ളി ചേർക്കും, ചിലർ ചേർക്കാറില്ല. എൻ്റെ വീട്ടിലെന്ന് പറയുന്നത് തേങ്ങ, ശർക്കര ഇതൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇഞ്ചി വറുത്ത് അതിനകത്ത് തന്നെ പുളി പിഴിഞ്ഞൊഴിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുവാണെങ്കിലും നമുക്ക് സെയിൽ പർപ്പസിനായിട്ട് ചെയ്യുവാണെങ്കിലും അങ്ങനെയുള്ള ഇഞ്ചിപ്പുളിയായിരിക്കും ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പലരും അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം, ചെയ്യുന്നുവെങ്കിൽ, ഇഞ്ചിപ്പുളി ചെയ്യുന്നുവെങ്കിൽ. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. സത്യമായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. കറി ആയാലും മെഴുക്ക് പുരട്ടി ആയാലും കോമ്പിനേഷനായിട്ട് മാങ്ങ അച്ചാറാണ് വെച്ചിരിക്കുന്നത്. എല്ലാം ഇന്ന് നാക്കുളുക്കുവാണല്ലോ, എന്താണോ എന്തോ. മാങ്ങ അച്ചാറും ഒരു ഉണക്കമീൻ ഫ്രൈയോട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. പക്ഷെ വെജിറ്റേറിയൻ ഊണാക്കിയത് കൊണ്ട് തന്നെ അതിനെ വേണ്ടാന്ന് വെച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. താല്പര്യമുള്ളവർ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു നല്ല വ്ളോഗുമായിട്ട് ഉടനെ വരാം. ബൈ, ഗോഡ് ബ്ലസ് യു.